ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും പച്ചക്കറി ചെടികൾ വളർത്തുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നതിലും നിറയ്ക്കുന്നതിലുമാണ്. നമ്മൾ ഈ പച്ചക്കറി ചെടികളെ വളർത്താൻ ഗ്രോ ബാഗിനകത്തേക്ക് നിറയ്ക്കുന്നതിനെയാണ് പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത്. പോട്ടിംഗ് മിക്സ് എപ്പോഴും നല്ല വായുസഞ്ചാരമുള്ളതും നീർവാർച്ചയുള്ളതും അതുപോലെ വളക്കൂറുള്ളതും ആയിരിക്കണം. പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നതും നിറയ്ക്കുന്നതും ശരിയായില്ലെങ്കിൽ നമ്മുടെ പച്ചക്കറി ചെടികളുടെ വളർച്ചയും കുറയും, വിളവും കുറയും. പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത് എപ്പോഴും കുമ്മായമിട്ട് പുളിപ്പ് കളഞ്ഞ മണ്ണ് ഉപയോഗിച്ചിട്ടായിരിക്കണം. ഞാൻ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഏതൊരു തുടക്കക്കാർക്ക് പോലും നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാനും വിളവെടുക്കാനും സാധിക്കും. നമ്മൾ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണാണേ. അപ്പോൾ നമുക്കത് ഈ മിക്സ് ചെയ്യാനായിട്ട് കുറച്ചെടുക്കാം. അപ്പം ഞാൻ ഈ പാത്രത്തിനകത്ത് ഏകദേശം ഒരു 1.5 പാത്രം മണ്ണാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ 2 പാത്രം ഉണ്ടായിരിക്കും എന്നോർത്തുകൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ എത്ര ആയാലും കുഴപ്പമില്ല. നമ്മൾ മണ്ണ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ അളവിലാണ് ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പറമ്പിൽ നിന്ന് എടുത്തതായതുകൊണ്ട് ഇതിനകത്ത് പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടാത്തതിനെയൊക്കെ നമുക്കങ്ങ് മാറ്റിയേക്കാം. പിന്നെ അതുപോലെ വലിയ വലിപ്പമുള്ള കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങ് മാറ്റുന്നതാണ് നല്ലത് കേട്ടോ. അത് ഇതിനകത്ത് ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ മണ്ണിട്ട് ഇടയുമ്പോൾ അറിയാം വലിയ കണ്ടോ കല്ലുകൾ മുകളിലോട്ട് വരുന്നുണ്ടോ, അങ്ങനെ വരുന്നതിനെയൊക്കെ അങ്ങ് മാറ്റിയെടുത്താൽ മതി. അപ്പം നമ്മൾ ഏകദേശം ഒരു 1.5 പാത്രം മണ്ണിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു 1/4 പാത്രം, നമുക്ക് 1.5 ഉണ്ടായിരുന്നുള്ളൂ മണ്ണ്, അതുകൊണ്ട് ഞാൻ ഇതിന് ഒരു 1/4 പാത്രം ഉണങ്ങിയ ചാണകപ്പൊടി ഇതിനകത്തേക്ക് ചേർത്തു. ഇനി ഇതിനകത്തേക്ക് ചേർക്കുന്നത് അതേപോലെ ഒരു 1/4 പാത്രം, അതായത് നമ്മളെടുത്ത മണ്ണിൻ്റെ പകുതി ചകിരിച്ചോറാണേ. ചകിരിച്ചോറ് ചേർക്കുന്നത് വെള്ളം പിടിച്ചു നിർത്താനും അതുപോലെ ഭാരം കുറഞ്ഞിരിക്കാനും സഹായിക്കും ചകിരിച്ചോറ് ചേർക്കുന്നത്. ചാണകപ്പൊടി പിന്നെ നമ്മളിതിൻ്റെ വളക്കൂറ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഉമിയും കണ്ടോ, ഇതിൻ്റെ ഒരു പകുതിയല്ല 1/4 ഭാഗം ചേർക്കാം കേട്ടോ, എന്നാലേ നമ്മുടെ മണ്ണിൻ്റെ പകുതിയാകത്തുള്ളൂ. അത്രയും ഭാഗം നമ്മൾ ഉമിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വേപ്പും പിണ്ണാക്ക്, നല്ല പൊടി പോലെയുള്ള വേപ്പും പിണ്ണാക്കാണ്, കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഒരു പിടി മുഴുവനും ചേർക്കേണ്ട കാര്യമില്ല. എല്ലുപൊടി നമ്മൾ ചേർക്കുമ്പം ഒരു പിടി വരെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലുപൊടി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്ന ഒരു വളമാണ്. ഫോസ്ഫറസുകളാണ് ചെടികളുടെ വേരിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ പൂക്കളും കായ്കളും ഉണ്ടാകാൻ സഹായിക്കുന്നതും ഫോസ്ഫറസാണ്. അപ്പോൾ നമ്മൾ കുറച്ച് എല്ലുപൊടി, ഇത്രയും എല്ലുപൊടി, ആകെ ഇത്രയും മണ്ണിലേക്ക് ചേർക്കുന്നത് ഇത്രയും എല്ലുപൊടിയാണ് കേട്ടോ. ഒത്തിരി വളങ്ങൾ ചേർത്തിട്ട് തൈകളൊന്നും നട്ടുപിടിപ്പിക്കാൻ പാടില്ല. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് എന്നാണെന്നറിയോ, കുറച്ച് ട്രൈക്കോഡെർമയാണേ. അതൊരു 1 ടേബിൾ സ്പൂൺ വരെ ട്രൈക്കോഡെർമയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. മണ്ണിൽ നിന്നുള്ള വേരുകളെ ബാധിക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈക്കോഡെർമ ചേർക്കുന്നത്. ഉണ്ടെങ്കിൽ ട്രൈക്കോഡെർമ ചേർക്കാം, അല്ലെങ്കിൽ സ്യൂഡോമോണാസ് ആയാലും മതി. അപ്പം ഞാൻ കുറച്ച് ട്രൈക്കോഡെർമയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുക. ഇനി നമ്മളിതിനെ നല്ല പോലെ ഇളക്കി ചേർത്തെടുക്കും. അപ്പം നല്ല പോലെയുള്ള നീർവാർച്ച ഉണ്ടായിരിക്കും, മണ്ണിന് ഇളക്കം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഫലപുഷ്ടി ഉണ്ടായിരിക്കും, അതുപോലെ മണ്ണിന് നല്ല വായുസഞ്ചാരം കിട്ടും. ഇതിനെല്ലാം നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്തിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഭാരവും നല്ല പോലെ കുറഞ്ഞിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു ഗ്രോ ബാഗിനകത്ത് നിറയ്ക്കാനുള്ള മണ്ണുണ്ട്, പക്ഷേ നല്ല വെയിറ്റ് കുറവാണ്. നമ്മളിത് ഇങ്ങനെ എടുത്താൽ വലിയ വെയിറ്റ് ഇതിന് തോന്നിക്കത്തില്ല. അപ്പം നമ്മുടെ ഈ ടെറസയിലൊക്കെയാണ് നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ നല്ല ഭാരം കുറവായിരിക്കണമല്ലോ, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നമ്മുടെ ടെറസ് താങ്ങി നിർത്തേണ്ടതല്ലേ. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ കൂട്ടിയിളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പാത്രത്തിലേക്ക് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഗ്രോ ബാഗിലാണ് ഞാൻ ഈ പോട്ടിംഗ് മിക്സ് നിറയ്ക്കാൻ പോകുന്നത്. ഇത് നല്ല ആവശ്യത്തിന് വലിപ്പമുള്ളതാണ്. ഏകദേശം നമ്മൾ പറയുന്ന വലിപ്പം എന്ന് പറയുന്നത് 40-24 നമ്മൾ പറയുന്നത്. 40 നീളവും 24 വീതിയും 24 ഉയരവും ഉള്ളതാണ് സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പച്ചക്കറിയുടെ കൃഷിക്ക് പറ്റിയ നല്ല ഗ്രോ ബാഗ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് മടക്കി വെക്കുവാണേ, കാരണം ഒത്തിരി മണ്ണ് നമ്മളെ തുടക്കത്തിലെ നിറയ്ക്കേണ്ടുന്ന ആവശ്യമില്ല. അപ്പോൾ ഇതിനെ ഒന്ന് ഷേപ്പിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉണങ്ങിയ ഇലകളാണേ.
ചെറിയ ചകിരിത്തൊണ്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ചെയ്യുന്നത് ഉണങ്ങിയ ഇലകളെയാണ് ചേർക്കുന്നത്. ഈ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്താലത്തെ ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരഴുകി നല്ലൊരു വളമായി മാറുകയും ചെയ്യും. അതുപോലെ മണ്ണിൻ്റെ മണ്ണിളക്കം നിലനിർത്തുകയും ചെയ്യും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് നല്ലതാണ് നമ്മൾ ഇതുപോലെ ഉണങ്ങിയ ഇലകളെ ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും നന്നായി ഉണങ്ങി പൊടിയാറായ ഇലകളെ ചേർക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ നല്ല പാകം വന്ന ഇലകളാണ് കണ്ടോ, പൊടിയുന്നുണ്ടോ? ഇതുപോലുള്ള ഇലകളാണ് നമ്മൾ ചേർക്കേണ്ടത്. ഏകദേശം നമുക്ക് ഇതിൻ്റെ ഈ ഗ്രോ ബാഗിൻ്റെ ഒരു പകുതി ഭാഗം വരെ, ഇപ്പം ഇത് തികയും എന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളിത് ഈ ഗ്രോ ബാഗിൻ്റെ അടിയിൽ കുറച്ച് നല്ല പോലെ കരിയിലിടും. ഇതൊരു പകുതി വരെയും കരിയിലിട്ടാലും കുഴപ്പമില്ല. എനിക്ക് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടിരിക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ ഉണങ്ങിയ ഇലകൾ ഇട്ടു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പോട്ടിംഗ് മിക്സ് വാരി നിറയ്ക്കും. അപ്പം ഇതുപോലെ നമ്മൾ പോട്ടിംഗ് മിക്സ് ഇടുമ്പോൾ എപ്പോഴും നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഒരു പകുതി ഭാഗം വരെ നമ്മൾ ഇതിട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഇനിയും ചെയ്യുമ്പം ചെടി നട്ട് വളർത്തിയതിന് ശേഷം പിന്നെയും നമുക്ക് വളവും മണ്ണും ഒക്കെ കൊടുക്കണമല്ലോ. ആ സമയത്ത് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഇത്രയും ഭാഗം വരെ ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ടേ. കണ്ടോ? ഇനി നമ്മൾ മണ്ണ് നിറച്ചാൽ ഉടനെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ നമ്മൾ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കണം. ഇതേപോലെ നമ്മൾ നല്ല ഭാഗം വെള്ളം ഒഴിച്ച് ഇതിനെ നനച്ച് വെക്കുക. ഇങ്ങനെ നനച്ച് വെച്ചാൽ ഉടനെ തന്നെ ഇതിനകത്ത് കൃഷി ചെയ്യാൻ പാടില്ല. ഇതൊരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം വരെ ഇതേപോലെ വെച്ചതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് വിത്തുകൾ പാകുകയോ അല്ലെങ്കിൽ ഒരു തൈകളെ മാറ്റി നടുകയോ ഒക്കെ ചെയ്യാവൂ. അല്ലെങ്കിൽ ഇതിനകത്ത് ഈ വളവും എല്ലാം കൂടെ ചേർന്നിരിക്കുമ്പം കുറച്ച് ചൂടിൻ്റെ ഒരു കാര്യം വരും. അത് നമ്മുടെ വിത്തുകളെ ആണെങ്കിലും ചെടികളുടെ വേരുകളെ ആണെങ്കിലും അഴുകിക്കളയും. എന്നാലൊരു 4-5 ദിവസം കൊണ്ട് ഇത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നട്ട് വളർത്താനായിട്ട് പറ്റും. അതുപോലെ നമ്മൾ പുളിപ്പ് മാറ്റിയ മണ്ണ് പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കാനായിട്ട് എടുക്കുമ്പോഴും ഇതേപോലെ തന്നെ നമ്മുടെ മണ്ണിനകത്തേക്ക് കുമ്മായമിട്ട ഒരു 5 ദിവസമെങ്കിലും എടുക്കാതെ ചേർത്ത് നല്ലോണം ഒന്ന് നനച്ച് ഒക്കെ വെക്കണം. അതിനുശേഷം മാത്രമേ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ സെറ്റാക്കാനായിട്ട് ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ മണ്ണിൻ്റെ pH വ്യത്യാസപ്പെട്ട് നിന്നാലും വിളകൾ നന്നായിട്ട് വളരുകയുമില്ല, വിളവ് തരികയില്ല. അപ്പോൾ ഏതൊരു തുടക്കക്കാർക്കും ഇതേപോലെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് എന്ത് തരത്തിലുള്ള കൃഷി വേണമെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് വിജയിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.